വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ ഇടയ്ക്ക് ഒരു കുട്ടി വന്ന് കമൻറ്റ് ചെയ്തു എൻ്റെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസിൻ്റെ വീഡിയോ ഇടുന്നു. ഇതൊരു 2 വർഷം മുമ്പ് എനിക്ക് കമൻറ്റ് വന്നിരുന്നു. പക്ഷെ അന്ന് ഞാനത് ഇഗ്നോർ ചെയ്ത് വിട്ടു. കാരണം എനിക്കത് ഒരു വീഡിയോ ആക്കാനായിട്ട് ആ ടൈമിൽ താല്പര്യം ചെയ്തു ആൾക്കാർക്ക് അറിയണോ. പിന്നെയും ഈ കമൻറ്റ് വന്നപ്പോൾ ഐ തോട്ട് ഓക്കെ, നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് ആഗ്രഹമുള്ളത് എന്താണോ അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പീരീഡ്സ് എന്താണെന്നും അതുപോലെ തന്നെ അതൊക്കെ ഭയങ്കര അവെയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സിന് പീരീഡ്സിനെ പറ്റി നല്ല അവയർനെസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ കസിൻസൊക്കെ ഉണ്ട്. ആൻഡ് ഐ നോ ആ ഒരു ഏജിലുള്ള കസിൻസൊക്കെ എനിക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ അവർ ബോത്ത് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും അവർക്ക് ഇതിനെ പറ്റിയൊക്കെ നല്ലൊരു നോളേജ് ഉണ്ട്. ആൻഡ് അവരുടെ പാരൻസ് നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണ് അവരെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് അറിയുന്ന ഒരു കാര്യമായിരിക്കില്ല നമ്മളുടെ ഈ ഒരു ജനറേഷനിലെ പിള്ളേർക്ക്. പക്ഷെ എൻ്റെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നില്ല. പീരീഡ്സ് എന്ന് ഉറക്കനെ പറയുന്നത് എന്തോ ഒരു തെറ്റായിട്ടാണ് നമ്മളെ വളർത്തിയിരുന്നത്. ആൺകുട്ടികളുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് പീരീഡ്സ് ആയെന്നൊന്നും പറയാൻ പാടില്ല. അതൊരു വലിയ തെറ്റായിട്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാവരും, ഞാൻ മാത്രമല്ല എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ആയാലും മൊത്തം അങ്ങനെയാണ് വളർന്നിരുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം ഞാൻ പീരീഡ്സ് ആയിട്ട് എനിക്ക് പാഡ് എടുക്കണം. പാഡ് ഇരിക്കുന്നത് എൻ്റെ റൂമിലെ അലമാരിയിലാണ്. അപ്പോൾ അവിടെ എൻ്റെ കസിൻ ബ്രദേഴ്സ് ഉണ്ട്. സോ എനിക്ക് അവരുടെ മുമ്പിൽ നിന്ന് അത് എടുത്ത് പോകാനായിട്ട് നാണക്കേടായതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മനോട് പറഞ്ഞ് ായിരുന്നു. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ പറഞ്ഞു, എന്തിനാ മിന്നു അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എന്നെ ഫോഴ്സ് ചെയ്ത് എന്നെ കൊണ്ട് ഇടിപ്പിച്ചു. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. എനിക്ക് പക്ഷെ അത് ഭയങ്കര ഒരു നാണക്കേട് പോലെയായിരുന്നു. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്. പീരീഡ്സ് ആവുമ്പോൾ അതെന്തോ ഒരു പൊട്ട കാര്യമാണ്, അതങ്ങനെ ബോയ്സിൻ്റെ അടുത്ത് മുന്നിൽ വെച്ചും പറയരുത്, അങ്ങനെ നമ്മളിങ്ങനെ ഒളിപ്പിച്ച് വെച്ച് പഠിപ്പിച്ചിട്ട് അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് പറയാനായിട്ട് ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു ടൈമിൽ ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ കുറച്ച് കോളേജിലൊക്കെ ആയതിനു ശേഷമൊക്കെയാണ് ഇത് നോർമലാണെന്നും പിന്നെ കുറച്ച് ബോയ്സ് ഫ്രണ്ട്സൊക്കെ ആയി അവരൊക്കെ എടുത്ത് നമ്മളിത് സംസാരിച്ച് തുടങ്ങി. ആൻഡ് ദിസ് ഈസ് സംതിങ് അങ്ങനെ അറക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമല്ല എന്ന് പതുക്കെ പതുക്കെയാണ് മനസ്സിലായത്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഈ ഒരു ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല എന്ന്. നമുക്ക് ആ സമയത്ത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ, കഥ പറഞ്ഞ വേറെ എങ്ങോട്ട് എത്തി. സോ കമ്മിങ് ടു ദ പോയിന്റ്, ഞാൻ എൻ്റെ കഥ പറയാം. എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് ആയ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വന്നതിന് ശേഷം ഞാൻ വാഷ്റൂമിൽ പോയപ്പോൾ ഓക്കെ ഒരു കളർ കണ്ടു. സോ എനിക്ക് മനസ്സിലായി ഇത് പീരീഡ്സ് ആണെന്ന് മനസ്സിലായി. പക്ഷേ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര പെട്ടെന്നായ പോലെ. ഇവൺ ദോ ഞാൻ 8ാം ക്ലാസ്സിലാണ് കേട്ടോ, നിങ്ങൾ അത് ആലോചിക്കണം. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പീരീഡ്സ് ആയിട്ടുണ്ട്. സ്റ്റിൽ ഐ വാസ് നോട്ട് റെഡി ഫോർ ദാറ്റ്. അപ്പോൾ എനിക്കിത് വീട്ടിൽ പറയാൻ ഭയങ്കര പ്രശ്നം. ഞാൻ കരച്ചിലായി. അപ്പോൾ എൻ്റെ ചേച്ചി അന്ന് പ്രഗ്നൻ്റാണ്. എൻ്റെ ചേച്ചി അന്ന് 8 മാസം പ്രഗ്നൻ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് പോയിട്ടിരുന്ന് കരയാ. അപ്പോൾ ചേച്ചി ചോദിച്ചു, കാരണം ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വന്നതിന് ശേഷമാണ് കരയുന്നത്. ചേച്ചി ചോദിച്ചു, ഈ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വരുന്ന വഴി ആരോ എന്നെ എന്തോ ചെയ്തു എന്നൊക്കെ ചേച്ചി ആ ലെവലിലൊക്കെ ഓർത്തും ചെയ്തു. ചേച്ചി ചോദിക്കുന്നു, എൻ്റെ ഫ്രണ്ട്സായിട്ട് തല്ലുകൂടിയോ അല്ലെങ്കിൽ ട്യൂഷൻ ചേട്ടൻ അടിച്ചോ അല്ലെങ്കിൽ ഇനി വരുന്ന വഴിക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെയാണ് ചേച്ചി ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഞാനിതിനൊന്നും ഉത്തരം പറയില്ല, ഞാൻ കിടന്ന് കരയാ. അങ്ങനെ ചേച്ചിക്ക് ആകെ ടെൻഷനായി. അങ്ങനെ ചേച്ചി ചോദിച്ചു, എന്തേ വാഷ്റൂമിൽ പോയപ്പോൾ എന്തെങ്കിലും കളർ പോലെ കണ്ടോ എന്ന് ചേച്ചി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ്. അപ്പോൾ ചേച്ചി അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതൊന്നല്ല എന്നാ തോന്നുന്നേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സമാധാനമൊക്കെ അതല്ല. അന്ന് രാത്രി തന്നെ ശരിക്കും പീരീഡ്സ് ആയി. എന്നിട്ട് എനിക്കിത് ആൾക്കാരുടെ അടുത്ത് പറയാനായിട്ട് ഞാൻ പറഞ്ഞു, ആരെടുത്തും പറയണ്ട, എനിക്കിങ്ങനെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് പബ്ലിസിറ്റി ആക്കുന്നതൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ബട്ട് സ്റ്റിൽ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയുടെ അടുത്ത് പറയണമല്ലോ. എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ട് അവരൊക്കെ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോൾ ഞാൻ കരയായിരുന്നു. എനിക്കറിയില്ല, എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ എന്തിനാന്നിങ്ങനെ കരഞ്ഞേ. അന്ന് എൻ്റെ മനസ്സിൽ ഒരു പീരീഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, എൻ്റെ ഫ്രീഡം പോവോ, അങ്ങനത്തെ കുറേ ഓവർ തിങ്കിങ് വന്നിട്ടുള്ളപ്പോൾ എൻ്റെ ചേച്ചിമാരെയായാലും അവരൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്നെയും അതുപോലെ റെസ്ട്രിക്റ്റ് ചെയ്യുമോ, അങ്ങനത്തെ കുറേ പേടികൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഫാമിലിയുടെ അടുത്തൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് അങ്ങനെ ചടങ്ങുകൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ചിലവരെ 7 ഡേയ്സ് സ്കൂളിൽ വിടില്ല. എന്നെ അങ്ങനെ സ്കൂളിൽ വിടാണ്ടിരുന്നിട്ടൊന്നുമില്ല. ഞാൻ പിറ്റേ ദിവസമൊക്കെ സ്കൂളിൽ പോയിരുന്നു. പിന്നെ സ്കൂളിൽ പോകാണ്ടിരിക്കുന്നു. പിന്നെ എനിക്കങ്ങനെ പീരീഡ്സിൻ്റെ വയറുവേദന അങ്ങനെയൊന്നും
ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ കാര്യമായിട്ടില്ല. ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉള്ളു. അപ്പോൾ അങ്ങനെ ഒരു ബിഗ് തിങ് ആക്കി ഇവരൊന്നും കണ്ടിട്ടില്ല. ഇറ്റ്സ് എ നോർമൽ തിങ് എന്നുള്ള പോലെ തന്നെയാണ്. അല്ലാതെ ഒരു ആഘോഷമാക്കുക, ഈ കുഞ്ഞിക്കല്യാണം അങ്ങനത്തെ സംഭവങ്ങളൊന്നും എൻ്റെ ഫാമിലിയിൽ ഇതുവരെ ആർക്കും ചെയ്തിട്ടില്ല, എനിക്കും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഫങ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫാമിലീസിനൊക്കെ പറഞ്ഞു, പിന്നെ ക്ലോസ് ഫാമിലീസൊക്കെ നമുക്ക് ഗോൾഡൊക്കെ തരുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ നമ്മളൊരു ഫംഗ്ഷനായിട്ട് നടത്തി അങ്ങനെ ഇപ്പം ഞാൻ കുറേ റീൽസ് കാണാറുണ്ട്, ഈ കുഞ്ഞിക്കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നും നമ്മുടെ വീട്ടിൽ ആർക്കും ചെയ്തിട്ടില്ല. സോ എനിക്കതൊക്കെ ന്യൂ ഒരു ആചാരമായിട്ടാണ് ഞാൻ ആ റീൽസ് കാണുമ്പോൾ കാണാം. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കുറച്ച് പേരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 7 days ഒക്കെ അവരെ സ്കൂളിൽ വിടാണ്ടിരുന്നിട്ടുണ്ട്. പിന്നെ അവർക്കും ഈ മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് എന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ദിസ് വാസ് മൈ ഫസ്റ്റ് പീരീഡ് സ്റ്റോറി. എനിക്കതൊരു കരച്ചിൽ ദിവസമായിരുന്നു. ഇനിയിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്കിത് ഫണ്ണി ആയിട്ട് തോന്നുന്നുണ്ട്, ഞാൻ എന്തിനാന്ന് വെറുതെ കരഞ്ഞതെന്ന് ആലോചിച്ചിട്ട്. ബട്ട് ആ ടൈമിൽ എനിക്ക് പെട്ടെന്ന് ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാൻ പ്രിപ്പയർ ആവാണ്ട് ഞാൻ പീരീഡ്സ് ആയ പോലെയായിരുന്നു. ഈവൻ ദോ ഐ വാസ് ഇൻ 8th സ്റ്റാൻഡേർഡ്. അത് ആലോചിക്കണം. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ 6th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴേ തന്നെ 5th 6th പീരീഡ്സ് ആവുന്നുണ്ട്. പക്ഷെ ഞാനന്ന് 8th സ്റ്റാൻഡേർഡിലായിരുന്നു. എന്നിട്ടായിരുന്നു എൻ്റെ ഇത്രയും എനിക്കിത്രയും പ്രശ്നം. ഈ നാണക്കേടൊക്കെ എനിക്ക് അന്നും ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. ആരോടും പറയില്ല, ആൾക്കാരറിയരുത് എന്നൊക്കെയായിരുന്നു. പിന്നെ ഗ്രാജുവലി ആണ് അതൊക്കെ മാറി. ഇതൊരു നോർമൽ തിങ് ആണ്, ഇതിപ്പോൾ പുറത്ത് പറഞ്ഞാൽ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലാന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയമെടുത്തു. മാറിയിട്ടോ, അത് ഗ്രാജുവലിയാണ് മാറിയത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും അത് മാറിയിട്ടുണ്ട്. കാര്യമല്ല, അതൊരു നല്ല മാറ്റമായിട്ട് എനിക്ക് തോന്നി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എൻ്റെ കഥ ചോദിച്ച കൊച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. നിങ്ങളുടെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. നമുക്ക് എല്ലാവർക്കും നോക്കാമല്ലോ എന്തെങ്കിലും വെറൈറ്റി കഥകളുണ്ടോ എന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.